പ്രിയ സുഹൃത്തുക്കളെ, നമ്മള് 80,000 ദിർഹത്തിന് വസ്തു കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ പലരും വിചാരിച്ചത് തമാശക്കാണെന്ന് പറഞ്ഞു. ചിലർ വെച്ച് ബുർജ് ഖലീഫയുടെ അടുത്താണോ എന്നൊക്കെ ചോദിച്ചില്ലേ. അതെ ഒരുപാട് കളിയാക്കി ചെയ്തു. കൊടുക്കുന്ന വസ്തു ഒരുപാട് മലയാളികൾ മേടിച്ച് അവസാനമുള്ളൊരു പ്ലോട്ട് നമ്മളും മേടിച്ചു. അപ്പൊ നമ്മൾ മേടിച്ച പ്ലോട്ടില് നമുക്കിന്ന് 2 തൈ നടാം. പരിപാടിക്കാണ് വന്നത്. പന വയ്ക്കാം. നമ്മൾ 2 പനയുടെ തൈ കൊണ്ടുവന്നിട്ട് അത് വെക്കാനുള്ള പരിപാടി ഇവിടെ വയ്ക്കാം. അതിർത്തി നമുക്ക് അപ്പൊ നമ്മളെ പ്ലോട്ടാണ് ഈ കാണുന്നത്. അപ്പോ 5 സെന്റ് പ്ലോട്ട് നമ്മൾ മേടിച്ചു. അപ്പൊ അത് മേടിച്ചതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമ്മൾ വലിയ പൈസ ഉണ്ടായിട്ടൊന്നുമല്ല, അല്ലേ പോലെ. അപ്പൊ നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കിട്ടി. അതുകൊണ്ടാണ് നമ്മൾ മേടിച്ചത്. അപ്പൊ 1 വർഷം കൊണ്ട് അടച്ചു തീർക്കാം ഞങ്ങളുടെ പ്ലാൻ. അപ്പൊ ആരെങ്കിലും മലയാളി തൈ നടാനുള്ള പരിപാടിയിലേക്ക് കിടക്കാല്ലേ. ഏത് സാധാരണക്കാരനും വാങ്ങിക്കാമല്ലോ. ഇപ്പൊ ഏത് സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാൻ, അതിനുള്ള പ്ലാനാണ്. മാത്രമല്ല ഇത് GCC-യിൽ ഇത്രയും കുറച്ച് വില കിട്ടുന്ന എവിടെയെങ്കിലും ഉണ്ടോ? അതില്ല. നാട്ടിൽ കിട്ടുമോ? നാട്ടിൽ ഏതെങ്കിലും സിറ്റിയിൽ നമുക്ക് ഇതൊരു പ്ലോട്ട് മേടിക്കണം, എത്ര രൂപ കൊടുക്കേണ്ടി വരും? അതെ, ഇതാകുമ്പോഴത്തേക്ക് 24 ലക്ഷം രൂപ. ഒരു 100,000 24 ലക്ഷം രൂപ. നാട്ടിൽ 1 സെന്റിനൊക്കെ സിറ്റിയിൽ 24 ലക്ഷം രൂപ കൊടുക്കും. ഇവിടെ ഇതിലേ കൂടെ വഴി ഉണ്ടാവും. പിന്നെ ഇതെല്ലാം തുണ്ടുണ്ട്. ഇത് സിറ്റിയാ. ഇതിന്റെ തൊട്ടപ്പുറത്ത് ഒരു സിറ്റി ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് കുഴിയെടുക്കാനും പറ്റില്ല. ഇത് നമ്മളെ നാട്ടിലെ മണ്ണ്, അടിപൊളി മണ്ണ് കേട്ടോ, സൂപ്പർ മണ്ണ്. നമ്മളെ നാട്ടിലെ മണലല്ലത്. ഇത് അജ്മാനില് മനാമ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതുള്ളത്. മണ്ണ് നമ്മുടെ നാട്ടിലെ മണ്ണ് പോലത്തെ മണ്ണുണ്ടോ? അടിപൊളി മണ്ണ്, മണലൊന്നും അല്ല. ഇപ്പൊ 2 പന നടാം അല്ലേ? നല്ല കുഴി കൊടുത്ത് വലിപ്പം കൂടിപ്പോയോ എന്നൊരു സംശയം. അപ്പൊ നമ്മളിത് അൽഖുദ്ര എന്ന് നൗഫലിന്റെ ഒക്കെ ഫാമിൽ നിന്ന് നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുള്ള പനയാണിത്. പന നടാനുള്ള പരിപാടിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊരു പാട്ടുണ്ട്, നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അപ്പൊ നമുക്കിപ്പോ പാടാം, ഈത്തപ്പഴത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ടെന്ന്. അപ്പൊ ബിസ്മില്ലാ. അപ്പോൾ നമ്മൾ അടുത്ത ഒരു പനയും കൂടെ വെക്കാനുള്ള പരിപാടിയിലാണുള്ളത്. നാസർ ഭായ് വരി, നിങ്ങളും കൂടെ കൂടി വെക്കാം അടുത്ത പന. നാസർ ഭായ് നമ്മളെ പാർട്ണറാണ്. അപ്പോൾ ഇതുപോലെ പ്ലോട്ടുകൾ GCC-യിൽ ഏറ്റവും വില കുറച്ച് കിട്ടുന്നത് ഇപ്പോൾ ഇവിടാണ്. അപ്പോൾ ആർക്കെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാനോ അതേപോലെ തന്നെ മേടിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ, സാധാരണക്കാർക്ക് പോലും മേടിക്കാൻ പറ്റുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാൽ നമ്മൾ വേണ്ട സൗകര്യങ്ങളും എല്ലാ രീതിയിലുള്ള സഹായങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കും. അല്ലേ നാസർ ഭായ്? അതെ. അജ്മാനില്, ഷാർജയില്, പിന്നെ അതേപോലെ ഉമ്മുൽ ഖുവൈനില്, റാസൽ ഖൈമ ഭാഗങ്ങളിലൊക്കെ ഇപ്പം ഫ്രീ ഹോൾഡ് ലാൻഡ് ഉണ്ട്. ലാൻഡ് മാത്രമല്ല, നമ്മള് വില്ലകള്, അതുപോലെ തന്നെ ഫ്ലാറ്റുകള്, അതുപോലെ ടൗൺ ഹൗസുകൾ. ഇനി ചിലർക്ക് വലിയ ഏരിയകളൊക്കെ ആവശ്യം വരും. അതായത് 50 വീട് 100 വീടൊക്കെ വെച്ചിട്ട് വിൽക്കാനുള്ള ഏരിയകൾ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ആൾക്കാർ നമ്മളെ ബന്ധപ്പെടുന്നു. ടൗൺഷിപ്പുകൾ, സ്കൂളിന്റെ ഒക്കെ പ്ലോട്ട് നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആർക്കെങ്കിലും അതേപോലെ വെയർ ഹൗസ് ചോദിക്കുന്നവരുണ്ട്, വെയർ ഹൗസ് കൊടുക്കാനുണ്ട്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആവശ്യം, എന്തെങ്കിലും റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേടിക്കാനും കൊടുക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. എന്തായാലും കയ്യൊന്നും. അപ്പോൾ നമ്പർ പറഞ്ഞു കൊടുക്കാം അല്ലേ? നമ്പർ നമ്മൾ ഇതിനകത്ത് മെൻഷൻ ചെയ്യും. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.